സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം ശക്തമായി തന്നെ എതിർക്കുകയാണ്. നേരത്തെ സർവകക്ഷി യോഗം സർക്കാർ വിളിച്ച് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് SIR മാറ്റിവെക്കണം എന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊന്നും ഗൗനിക്കാതെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ ജില്ലാ കളക്ടർമാരും അതിനുവേണ്ടി രംഗത്തിറങ്ങി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ SIR-നെതിരെ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ പറയുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ചുമതലയിലേക്ക് ഏതാണ്ട് 1,78,800-ഓളം ജീവനക്കാരെയും 60,000-ത്തിലധികം സുരക്ഷാ ജീവനക്കാരെയും വിട്ടു നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഏതാണ്ട് 10,26,000-ഓളം പേരെ ഈ SIR-ന് വേണ്ടി കൂടി വിട്ടു നൽകിയാൽ സർക്കാർ ഓഫീസിൽ ആളില്ലാത്ത അവസ്ഥ വരും. സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വരും. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഡിസംബർ 20 വരെ സംസ്ഥാനത്തെ SIR നടപടികൾ നിർത്തിവെക്കണം. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഹൈക്കോടതിയിൽ ഇന്ന് ഹർജിയുമായി സർക്കാർ എത്തി. AG K. ഗോപാലകൃഷ്ണക്കുറുപ്പാണ് സർക്കാരിന് വേണ്ടി ഹാജരായി ഇന്ന് വാദങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ SIR മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യം തന്നെ കോടതിയിൽ ആവർത്തിച്ചു പറയുകയാണ് ഇന്ന് ചെയ്തത്. വെറും 25,000-ഓളം ജീവനക്കാരെ മാത്രമാണ് SIR-മായി ബന്ധപ്പെട്ട നടപടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 5.5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് 25,000 പേരെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി എടുക്കുന്നത്. SIR നിർത്തിവെക്കരുത്, അത് തുടരാൻ അനുവദിക്കണം. ആ നിലപാടാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും വാദം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് SIR-നെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. നാളെ ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് VG അരുൺ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോഴായിരിക്കും SIR-ന്റെ ഭാവി എന്ത് എന്നത് വ്യക്തമാകുകയുള്ളൂ. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SIR മാറ്റിവെക്കാനുള്ള ഒരു ആ ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.